കൊച്ചി നെടുമ്പാശ്ശേരിയിൽ സ്വത്തിനു വേണ്ടി മകൻ അമ്മയെ തല്ലിക്കൊന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന 58-കാരി അനിതയാണ് കൊല്ലപ്പെട്ടത്. അനിതയുടെ മകൻ ബിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതാണ് സ്വത്തിനു വേണ്ടി അമ്മയെ തല്ലിക്കൊന്ന ബിനു. സംഭവം ഇങ്ങനെ: വീട്ടിൽ കുഴഞ്ഞു വീണ അനിതയെ ഞായറാഴ്ചയാണ് ആലുവ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചിരുന്നു. പിന്നീട് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത്. അനിതയുടെ ശരീരത്തിൽ ഗുരുതരമായി പരുക്കേറ്റ പാടുകൾ കണ്ടെത്തി. പിന്നാലെ ബിനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും അമ്മ തന്നെ സ്വന്തമായി ശരീരത്തിൽ മുറിവേൽപ്പിച്ചുവെന്നുമായിരുന്നു ബിനുവിന്റെ ആദ്യമൊഴി. പോലീസ് ഇത് വിശ്വസിച്ചില്ല. വിശദമായി ബിനുവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് കഴിഞ്ഞ 3 മാസമായി ഇയാൾ അമ്മയെ ക്രൂരമായി മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന മൊഴി നൽകിയത്. പിന്നാലെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും പുറത്തു വരാതെ ബിനുവിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ ഭാര്യ രംഗത്തെത്തി. സൗണ്ട് കേട്ട് ഓടി ചെന്നപ്പോൾ അമ്മ വീണു. ഞാനപ്പോൾ തന്നെ അമ്മയെന്ന് വിളിച്ച് ബഹളം കേട്ടപ്പോൾ എൻ്റെ ഭർത്താവ് ഓടി വന്നു. അപ്പം തന്നെ അമ്മ എഴുന്നേറ്റ് നിന്നൊരു കണ്ണ് വീഴ്ച കണക്ക് നിന്നിട്ട് ഒന്നും കൂടി വീണു. നേരെ അപ്പം തന്നെ ആലുവ ഗവൺമെൻറ്റിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും മരണം ഇങ്ങനെ സ്ഥിരീകരിച്ച്. ഇതിപ്പോൾ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മ ഇങ്ങനെ കുഴഞ്ഞു വീണ് ഇങ്ങനെ കിടക്കണമാണ് കണ്ടത്. ഒരു റിപ്പോർട്ടോ കാര്യങ്ങളോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. 20 വർഷം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കഴിഞ്ഞിരുന്ന അനിതയെ 3 മാസം മുൻപാണ് ബിനു സ്വന്തം വീട്ടിൽ കൊണ്ടുവന്നത്. അനിതയുടെ പേരിൽ വെള്ളത്തൂവലിലുള്ള 1.5 ഏക്കർ ഭൂമി കൈക്കലാക്കുകയായിരുന്നു ലക്ഷ്യമെന്നാണ് സൂചന. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.